റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആരോഗ്യ വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം ഉയർത്തിയ ബിസ്മീറിന്റെ ഭാര്യ. കുടുംബത്തിന്റെ ഭാഗം കേൾക്കാതെയാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഭാര്യ പറയുകയാണ്. ആംബുലൻസിൽ ഓക്സിജൻ സൗകര്യം ഉണ്ടായിരുന്നു എന്ന ജീവനക്കാരുടെ വാദം പച്ചക്കള്ളമാണ്. ആശുപത്രിക്കുള്ളിൽ കയറിയിട്ടും മിനിറ്റുകളോളം ചികിത്സ ലഭിക്കാൻ കാത്തിരുന്നു. സാധ്യമായ ചികിത്സാ വേഗത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നതായാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. നമുക്ക് ഭാര്യ പറയുന്നത് കേൾക്കാം. പരാതിക്കാര് ഞങ്ങളാണ്. ഞങ്ങളോട് ചോദിക്കാതെ, ഞങ്ങൾ ഒരു വാദം എന്താണെന്ന് കേൾക്കാതെ എങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആ റിപ്പോർട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് മനസാക്ഷിയില്ലാതെ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. ആദ്യം അകത്ത് കയറി 3 മിനിറ്റോളം വെറുതെ നിന്നു. ആകെ കൊടുത്തത് 1 മിനിറ്റ് താഴെ നെബുലൈസേഷൻ, അതും മരുന്നൊഴിക്കാതെ കൊടുത്തു. അതിൽ പകുതി മിനിറ്റ് മാത്രമേ ഓക്സിജൻ്റെ സംഭവം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് വീൽ ചെയറിൽ കയറ്റി, പിന്നെ ആംബുലൻസിൽ കയറ്റി. ഇതിലെവിടെയാണ് പ്രാഥമിക ചികിത്സ? ഇതാണോ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത്? അവിടെ ഈ റിപ്പോർട്ട് കൊടുത്ത സൂപ്രണ്ട് രമ എന്ന് പറയുന്ന മാഡവും അതുപോലെ അവിടെ നിന്നിരുന്ന എല്ലാവർക്കും എത്ര മിനിറ്റാണ് മൂക്കും വായും പൊത്തി പിടിച്ചിട്ട് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും? വെറും 2 മിനിറ്റാണ് ഞങ്ങൾ പുറത്ത് നിന്നതെന്ന് പറയുന്നു. ഒരാളുടെ ജീവൻ പോകാൻ എത്ര സമയമാണ് വേണ്ടത്? ഈ പറയുന്നവർക്ക് മനുഷ്യത്വം ഇല്ലേ? എന്നിട്ട് ഞാൻ പറയുവാണ്, ബോധം പോയി ഒന്ന് CPR കൊടുക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലും ആ ഡോക്ടർ ചെയ്യുന്നില്ല. പേഷ്യൻറ്റിനെക്കാളും പാനിക്കാവുന്ന ഒരു ഡോക്ടറാണെങ്കിൽ എന്തിനാണ് അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടുന്നത്? ക്രിട്ടിക്കലായിട്ട് പോകുന്ന ഒരാൾക്ക് ഓക്സിജൻ സെറ്റ് ചെയ്യാതെ വിടുന്നവർ, അതും അപാകതയല്ലേ? ഒരു ഓക്സിജനും തന്നിട്ടില്ല. ആശുപത്രിക്ക് അകത്ത് കയറിയിട്ട് ഓക്സിജൻ കൊടുത്തിട്ടില്ല. പിന്നെയാണോ ആംബുലൻസിനകത്ത് ഓക്സിജൻ സെറ്റ് ചെയ്ത് തരും എന്ന് പറയുന്നത്? മൃഗങ്ങളാണോ ഇതൊക്കെ? മൃഗങ്ങളാണോ? ഈ പറയുന്ന ഈ വാദിക്കുന്ന മനസാക്ഷി ഇല്ലാത്തവർക്ക് എത്ര നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഭാര്യയുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞു. വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദിൽ പാലോടും TV പ്രസാദും ചേരുകയാണ്. ആദിൽ പാലോടിലേക്കാണ്. ആദിൽ, നമ്മൾ ഈ വാക്കുകൾ അത്രത്തോളം വിഷമത്തോടു കൂടിയാണ് കേൾക്കുന്നത്. കാരണം വളരെ പ്രയാസത്തോടു കൂടി നമ്മൾ ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് തുടർച്ചയായി കാണുമ്പോൾ ഓരോ പ്രേക്ഷകർക്കും നെഞ്ചിലൊരാളലുണ്ടാവും. ഒരു മനുഷ്യൻ അടിയന്തരമായി ലഭിക്കേണ്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തി കാട്ടുകയാണ്, ശ്വാസം വലിക്കുകയാണ് ഒരു ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട്. പക്ഷേ മിനിറ്റുകളുടെ കണക്ക് പറയുമ്പോഴും ഒരു മനുഷ്യന്റെ ജീവന്റെ എത്ര മിനിറ്റുകൾ ഉണ്ടെന്ന് ആ ഭാര്യ ചോദിക്കുമ്പോൾ അത് വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല, ആംബുലൻസിലൊക്കെ ഓക്സിജൻ സൗകര്യം ഉണ്ടായിരുന്നു എന്ന ജീവനക്കാരുടെ വാദം അത് പച്ചക്കള്ളമാണെന്നും ഭാര്യ പറയുകയാണ്. പ്രാഥമികമായ ചികിത്സ ആ മനുഷ്യന് ലഭിച്ചിട്ടില്ലെന്ന് പറയുകയാണ്. എന്തൊക്കെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഭാര്യ ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിലാതെ? റോഷ്നി, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ആശുപത്രി ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്, കടന്നാക്രമിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, തന്റെ പരിഭവം പറയുകയാണ് മരിച്ച ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ. ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവരും ചികിത്സ നിഷേധിച്ചവരുമെല്ലാം മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്നാണ് കുടുംബം ചോദിക്കുന്നത്. ഭാര്യയുടെ ആ വാചകങ്ങളിൽ ദൈന്യത നമുക്ക് കാണാനാകുന്നുണ്ട്, കേൾക്കാനാകുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സ്വാഭാവികമായും പരാതിക്കാരെ കേൾക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. അത് ഉണ്ടായിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്ന വിവരങ്ങളെല്ലാം കളവാണ്, പച്ചക്കള്ളമാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുകൂടി ഭാര്യ പറയുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പുലർച്ചെ 1:30ക്കാണ് ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിനാണ് ബിസ്മീറിനെയും കൊണ്ട് ഇരുചക്ര വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് 2 മിനിറ്റിൽ താഴെ മാത്രമാണ് അകത്തേക്ക് കയറാൻ കാലതാമസമുണ്ടായത്, സമയമെടുത്തത്. അതിനുള്ളിൽ തന്നെ കൊണ്ടുപോയി എന്നാണ്. 2 മിനിറ്റ് നേരം ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനും അവിടെയുള്ള സൂപ്രണ്ടിനും ഡോക്ടർമാർക്കുമെല്ലാം മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസമെടുക്കാതെ നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം ന്യായമായും ജാസ്മിൻ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, റിപ്പോർട്ടിൽ പറയുന്നത് ആംബുലൻസിൽ ഓക്സിജന്റെ സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ്. ആംബുലൻസിൽ അങ്ങനെ ഒരു സൗകര്യമേ ഉണ്ടായിരുന്നില്ല എന്ന് ഒപ്പം യാത്ര ചെയ്ത ബിസ്മീറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബോധരഹിതനായി കൊണ്ടുപോയ ഭാര്യ പറയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ടാക്സിയിൽ പോകുന്നത് എങ്ങനെയാണ്? സമാനമായ സാഹചര്യത്തിലാണ് ആംബുലൻസിലും പോയത്. അകത്തു വെച്ച് തന്നെ, ആശുപത്രിക്കുള്ളിൽ തന്നെ ഓക്സിജനും സംവിധാനങ്ങളും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആംബുലൻസിനുള്ളിൽ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക, സജ്ജമാക്കുക എന്നുകൂടി ചോദിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്, 2 മിനിറ്റ് നേരമാണ് പുറത്ത് കാത്തിരിക്കേണ്ടി വന്നതെങ്കിൽ അകത്ത് കയറിയ ശേഷം ഡോക്ടറും നഴ്സും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. എങ്ങനെയാണിത്
കൈകാര്യം ചെയ്യേണ്ടതെന്ന് പരിഭ്രാന്തിയിലായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നത്. പാനിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3-4 മിനിറ്റ് നേരം അകത്തും നഷ്ടമായി എന്നുള്ളതാണ്. ആകെ കൂടി 5 മിനിറ്റിലേറെ നേരം ചികിത്സ നൽകാൻ ആശുപത്രിയിൽ എത്തിയിട്ടും വൈകി. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ദൃശ്യങ്ങൾ പുറത്തു വന്ന് ശ്വാസം കിട്ടാതെ നിലവിളിക്കുന്ന ബിസ്മീറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ഇവർ മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ റിപ്പോർട്ടർ നൽകിയ ഈ പ്രതികരണത്തിൽ. റോഷ്നി, വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഈ പ്രതികരണത്തിലും ഉള്ളത്. സ്വന്തം പങ്കാളിയെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ. ഒരു കാര്യമേ ഉള്ളൂ, തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. ദയവായി ശരിയായ വാർത്തകൾ കൊടുക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരട്ടെ. പ്രാഥമികമായിട്ട് റിപ്പോർട്ട് ഞാൻ ഇതിൽ വളരെ വിശദമായിട്ട് പറയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അത് മാത്രമല്ല, വാർത്ത എപ്പോഴും സത്യമായി തന്നെ കൊടുക്കണം. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ട്, അനുശോചനം അറിയിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഭാര്യയുടെ വാക്കുകൾ നമ്മൾ കേട്ടപ്പോൾ അതിൽ പറയുന്നുണ്ട്, തങ്ങളുടെ വാദം കേൾക്കാതെ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത്? അതല്ലേ വലിയ ചോദ്യം. ക്ലീൻ ചിറ്റ് സമീപകാലത്തിൽ തന്നെ ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന പല ആശുപത്രികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പല പ്രതിസന്ധികളിലും വലിയ ആരോപണങ്ങൾ ഉയരുകയും കേരളം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ആരോഗ്യമന്ത്രി അതൊരു അന്വേഷണത്തിന് വിടുന്നു. ആ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് ഉണ്ടാവുന്നു. ഇതാദ്യത്തെ സംഭവമല്ല. ഈ സംഭവത്തിൽ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. എന്താണ് കൃത്യമായി നടന്നത് പ്രസാദ്? ഈ കുടുംബം പറയുന്ന വാക്കുകളെ അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? ഇക്കാര്യത്തിൽ കുടുംബത്തിനെ വിശ്വസിക്കാനേ നമുക്ക് കഴിയൂ എന്നുള്ളതാണ്. കാരണം ആ ദൃശ്യങ്ങൾ കാര്യങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഒരുപാട് സമയത്തെ വൈകൽ ഗേറ്റ് തുറക്കലുമായി ബന്ധപ്പെട്ടും മറ്റും ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ആ സമയം മതി എന്നുള്ളതാണ്. അതെന്തിനങ്ങനെ സംഭവിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഉറപ്പായും കുടുംബം പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വസ്തുതകളുണ്ട്. ആ സംവിധാനത്തിൽ വലിയ പോരായ്മ, വലിയ എറർ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ റോഷ്നി, ആരോഗ്യമന്ത്രിക്ക് എപ്പോഴും പ്രശ്നം വാർത്ത വരുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കരുത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ പ്രശ്നം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ, നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് മാധ്യമങ്ങളുടെ ജോലിയാണ്. ആ ജോലി നിർവഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോഴും വാർത്ത കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ മന്ത്രി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കൊല്ലത്തെ വേണുവിൻ്റെ ശബ്ദ സംഭാഷണം നമ്മളെല്ലാവരും കേട്ടതാണ്. വേണു മരിച്ച സമയത്ത് അന്നും ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായ കണ്ടെത്തലുണ്ടായിരുന്നത് സംവിധാനങ്ങൾക്കൊന്നും ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. അതായത് വേണു പറഞ്ഞത് അത്രയും കളവായിരുന്നു എന്ന നിലയിലായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്. ഏറ്റവും അവസാനം അതിൻ്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴായിരുന്നു വേണുവിന് സംഭവിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് അക്കമിട്ട് പുറത്തു വന്നതാണ്. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ഹാരിസ് ഇക്കാര്യത്തിൽ എല്ലാം വിശദീകരണം നടത്തിയിട്ടുണ്ട്, തെളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഈ ആരോഗ്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം എടുത്തത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ ഹാരിസിനെതിരെ അന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആരോഗ്യ സംവിധാനത്തിൽ വീഴ്ചകൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ചികിത്സ തേടുന്ന സംവിധാനമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം. ഏറ്റവും മികച്ചതുമാണ്. പക്ഷേ അതിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ആ പാളിച്ചകളിൽ കൃത്യമായി ഇടപെടുക, അതിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും പ്രാഥമിക കടമ എന്നുള്ളത്. പക്ഷേ ആ കടമ മറന്നുകൊണ്ട് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ വരുന്ന വാർത്തകളെ, അല്ലെങ്കിൽ ആ വാർത്തകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം. തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ ഉണ്ടായത്, നേരത്തെ വേണുവിനുണ്ടായത്, അത് ഉറപ്പായും ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് റോഷ്നി. TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന വാർത്തകളാണോ പ്രശ്നം? അത് ചോദിക്കേണ്ടി വരികയാണ്.